ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് വിശ്വാസത്തെക്കുറിച്ചാണല്ലോ. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലും വിശ്വാസത്തെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ഇന്നും ആ വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ദൈവജനാടിസ്ഥാനത്തിൽ ചിന്തിക്കാമെന്നാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ കർത്താവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ ചെന്ന് അവരെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി കർത്താവിനോട് ചോദിച്ച കാര്യം നാം ചിന്തിപ്പാനിടയായി. അങ്ങനെ യേശു കർത്താവിൻ്റെ അടുത്ത് ചെന്ന് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം എന്ന് കർത്താവിനോട് ശിഷ്യന്മാർ പറയുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് അവിടെ പറഞ്ഞത് മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 31 വരെയുള്ള വേദഭാഗം നാം വായിച്ചാൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് വിശ്വാസം വർദ്ധിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന് മുൻപായിട്ട് നാം വായിക്കുമ്പോൾ മത്തായി സുവിശേഷം തന്നെ 17-ാം അധ്യായം വായിക്കുമ്പോൾ ആണല്ലോ നമുക്ക് ചന്ദ്രരോഗം പിടിച്ച ഈ കുട്ടിയെക്കുറിച്ച് കാണുവാൻ കഴിയുന്നത്. അവിടെ നാം കാണുന്നത് കർത്താവിൻ്റെ അടുത്ത് സ്വകാര്യമായി ഇവർ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് അവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചെന്ന കാര്യത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്നൊരു പദമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. കടുകുമണിയോളം വിശ്വാസം, കടുകുമണിയോളം എന്നല്ല, അത് മലയാള ഭാഷയിലെ ഒരു ട്രാൻസ്ലേഷൻ പെശകാണ് കടുകുമണിയോളം എന്നുള്ളത്. അവിടെ നമുക്ക് ശരി ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് കടുകുമണി പോലെ എന്നുള്ളതാണ്. നമ്മൾ ഇംഗ്ലീഷ് ബൈബിളൊക്കെ ചില വേർഷനൊക്കെ വായിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. കടുകുമണി പോലെ എന്നുള്ള അർത്ഥത്തിലാണ് കുറിച്ചിരിക്കുന്നത്. പക്ഷെ മലയാളത്തിലേക്ക് വന്നപ്പോൾ കടുകുമണിയോളം എന്നുള്ള ഒരു പരിഭാഷ വന്നിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ച് വായിക്കാൻ കഴിയും. ഇവിടെ കടുകുമണി പോലെയുള്ള വിശ്വാസം എന്നത് ആണ് കർത്താവ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, കടുകുമണി എന്നത് ചെറുതാണെങ്കിലും അത് നിലത്തിട്ടാൽ അനുയോജ്യമാകുന്ന ഒരു കാലാവസ്ഥയിൽ സാഹചര്യം അതിന് ലഭിച്ചാൽ അത് കിളിർത്ത് വളരുവാനിടയാകും. വളരും, മണ്ണിലിട്ട കിളുത്ത് വരും എന്ന് പറഞ്ഞാൽ മറ്റു ചില കടുക് ചെടികളെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും. ആ അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണി പോലെയുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് സംഭവിക്കും. നിങ്ങൾ മലയോട് മാറിപ്പോകുവാൻ പറഞ്ഞാൽ മാറും എന്നാണ് പറയുന്നത്. അവിടെ പറയുന്നത് കടുകുമണി പോലെയുള്ള വിശ്വാസം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ കിച്ചണിലൊക്കെ കടുക് ഉപയോഗിക്കാറുണ്ട്. ബോട്ടിലിനകത്താണ് നാം മിക്കവാറും വീടുകളൊക്കെ കടുക് വെക്കുന്നത്. ബോട്ടിലിനകത്തിരിക്കുന്ന കുപ്പിക്കകത്തിരിക്കുന്ന ഒരു കടുകും കിളുത്ത് കണ്ടിട്ടില്ല. എന്നാൽ ആ കടുക് നിലത്തിട്ട് കഴിഞ്ഞാൽ, മണ്ണിലിട്ട് കഴിഞ്ഞാൽ, കൃഷി സ്ഥലത്തിട്ട് കഴിഞ്ഞാൽ അത് കിളുത്ത് അതിനകത്ത് കടുകുകളുണ്ടാകും. ചെറുതാണെങ്കിലും അനുയോജ്യമാകുന്ന കാലാവസ്ഥ ലഭിച്ചാൽ അത് കിളിർത്ത് വേറെ കടുകുകളുണ്ടാകും, വേറെ കടുക് മണികൾ ഉണ്ടാകും. അതിനെ അവിടെ കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ വിശ്വാസം അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് നാം വന്നു കഴിഞ്ഞാൽ, നമ്മുടെ വിശ്വാസം അപ്രകാരം ഒരു പ്രവർത്തിക്കുന്ന വിശ്വാസമായി തീർന്നാൽ വലിയ കാര്യങ്ങൾ നടക്കും. അതാ കർത്താവ് പറഞ്ഞത്. അങ്ങനെ ശിഷ്യന്മാർക്ക് മനസ്സിലായി. അവർ രഹസ്യമായിട്ട് എന്ന് പറഞ്ഞത്,
ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണം എന്നാണ്. അപ്പൊ ഇവരോർത്ത്, ശിഷ്യന്മാരോർത്ത് കാണണം, കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് വിശ്വാസം വർദ്ധിപ്പിച്ചു തരും. അപ്പൊ കാര്യങ്ങളൊക്കെ പിന്നെ ശരിയായി. പിന്നെ അതിനുശേഷം നമുക്ക് എന്ത് കാര്യത്തിന് വേണ്ടി എവിടെ പ്രാർത്ഥിച്ചാലോ കാര്യങ്ങൾ ശരിയാവും. വിശ്വാസം കർത്താവ് വർദ്ധിപ്പിച്ചു തരും. അല്ല, വേദവസം പറഞ്ഞു വിശ്വാസം നമ്മളാണ് വർദ്ധിപ്പിക്കേണ്ടത്. കർത്താവ് വർദ്ധിപ്പിച്ചു തരികയല്ല, നമ്മളാണ് വർദ്ധിപ്പിക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ വർദ്ധിപ്പിക്കുന്നത്? ദൈവമായി, ഞാൻ മുൻപ് പറഞ്ഞ പോലെ ദൈവമായിട്ടുള്ള വലിയ ബന്ധത്തിൽ നിരന്തരമായി വചനം വായിക്കുകയും പഠിക്കുകയും ആത്മീയ വിഷയങ്ങൾ മനസ്സിലാക്കുകയും ദൈവത്തോട് കൂടെ നാം നടക്കുകയും ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം വളരും. അങ്ങനെ നാം വിശ്വാസം വളർന്നു കഴിഞ്ഞാൽ നാം ചില കാര്യങ്ങൾ നാം പ്രാർത്ഥിക്കുമ്പോൾ ചിലതൊക്കെ നടക്കുവാനിടയാകും. അപ്പോൾ നമ്മുടെ വിശ്വാസം നിരന്തരമായി വർദ്ധിക്കുന്ന വിശ്വാസമായി തീരണം, വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന വിശ്വാസമായി തീരണം. അങ്ങനെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം മുൻപ് വിശ്വാസത്തിൽ വന്ന അതേ അവസ്ഥയിൽ നാം ആയിരിക്കും എന്നത് സംശയമില്ലാത്ത ഒരു വസ്തുതയാണ്. നാം ഈ വിശ്വാസം വളർന്ന ചില വിശ്വാസങ്ങളെ കുറിച്ച് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 5 മുതൽ 10 വരെ വായിക്കുമ്പോൾ, ശതാധിപൻ വന്ന്, കർത്താവേ, എന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് കിടക്കുന്നു. കർത്താവ് പറഞ്ഞ്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കാം. അപ്പൊ ശതാധിപൻ പറയുകയാണ്, നീ എൻ്റെ വീട്ടിൽ കർത്താവെ വരണമെന്നില്ല, നീ എൻ്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എന്നെ ബാല്യക്കാരന് സൗഖ്യം വരും. ഇത് കേട്ടിട്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. ഈ ശതാധിപൻ പറയുക, കർത്താവെ അങ്ങനെ വീട്ടിലേക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അദ്ദേഹത്തിന് തന്നെ ഒരു കുറ്റബോധം വരികയാണ്. കാരണം പറയുകയാണ്, കർത്താവെ, അങ്ങ് എൻ്റെ വീട്ടിലേക്ക് വരുവാൻ, അങ്ങ് വന്ന് കയറുവാനുള്ള ഒരു യോഗ്യത എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഇല്ല. അതുകൊണ്ട് അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഇവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ആ വലിയൊരു വിശ്വാസം. ഇത് കേട്ടിട്ട് കർത്താവ് പറയുകയാണ്, ഇത്രയും വലിയ വിശ്വാസം. അവിടെ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന പദം വലിയ വിശ്വാസം, ഗ്രേറ്റ് ഫെയ്ത്ത്, ഇസ്രായേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ഇത് വളർന്ന വിശ്വാസമാണ്, വളർന്ന വിശ്വാസമാണ്. മുൻപ് നാം കണ്ടു, ശിഷ്യന്മാർ പോലും അവരുടെ ജീവിതത്തിൽ പ്രാച്യ സൗഖ്യമായില്ല. അവിടെ അല്പവിശ്വാസത്തെ നാം കണ്ടു. ഇവിടെ കർത്താവ് ശതാധിപനോട് പറയുകയാണ്, നിന്റെ വിശ്വാസം വലിയതാ, ഞാൻ ഇസ്രായേലിൽ പോലും കാണാത്ത ഒരു വലിയ വിശ്വാസം നിനക്കുണ്ട് എന്ന് കർത്താവ് പറയുക. വീണ്ടും വേദഭാഗങ്ങൾ എടുത്തു വായിക്കേണ്ട, ഞാൻ പറഞ്ഞു പോകാം, സമയത്തിന്റെ ദൗർലഭ്യം കൊണ്ട്.